ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു അടിപൊളി മസാല ഷവായ ഉണ്ടാക്കിയാലോ? അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? ഞാനും ചിക്കനും ഇൻഗ്രീഡിയൻസും ഇവിടെ റെഡിയാണ് കേട്ടോ. ചിക്കനെ നമ്മൾ കുളിപ്പിച്ച് ഇവിടെ സെറ്റാക്കി കടത്തിയിട്ടുണ്ട്. തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, മല്ലിച്ചപ്പ്, ചെറുള്ളി എല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടാതെ നമ്മൾ അതിനകത്തേക്ക് കുറച്ച് ഗരം മസാല, കുറച്ച് കാശ്മീരി ചില്ലി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അരച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം എല്ലാം കൂടെ ഒഴിച്ച് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് അടിപൊളി ഒരു മസാല അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ഫുൾ കോഴി നമ്മൾ അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്, പീസാക്കിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കണം. മസാല നന്നായിട്ട് ചേർന്ന് പിടിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ വരഞ്ഞു വെച്ച ചിക്കനിലേക്ക് നമ്മൾ ഈ മസാല കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച ഈ ചിക്കനെ നമ്മൾ 1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നു. 1.5 മണിക്കൂറിന് ശേഷം നമ്മൾ കുക്കറിലേക്ക് ചിക്കനെ മാറ്റി ആ മസാലയും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ഒരു 6 വിസിലാകുന്നത് വരെ നമ്മളിതിനെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം 6 വിസിൽ എന്തായാലും വേണം, ഒരു ഫുൾ കോഴിയാണ്. പിന്നെ പാൻ ചൂടാക്കി അതിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ചിട്ട് തിരിച്ചും മറച്ചുവിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഒരു കാര്യം കൂടി ഞാനിവിടെ വിട്ടു പോയിട്ടുണ്ട് കേട്ടോ. ഒന്നുമല്ല, നമ്മൾ ഈ ചിക്കൻ മാറ്റിയതിന് ശേഷം ഈ എണ്ണയിലേക്ക് നമ്മൾ കുക്കറിൽ ബാക്കി ഉണ്ടായിരുന്ന മസാല കൂടി ആഡ് ചെയ്തിട്ട് ഒരു ചെറിയ ഗ്രേവി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ നിന്ന് വീഡിയോ മിസ്സായി പോയതാണ്, സോറി കേട്ടോ. അപ്പോൾ ആ ഗ്രേവിയാണ് നമ്മൾ ഈ ചിക്കൻ്റെ മുകളിലായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അടിപൊളി മസാല ഷവായ ഇവിടെ സെറ്റായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്.